മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിന്റെ അടുത്തൊരു എക്സാമ്പിൾ ആണിത്. നമ്മളിത് ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായ ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. സെയിം ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് മാക്സിമം പവർ ഡെലിവേർഡ് ടു RL. RL എവിടെയാണ്? ഇതാണ് RL. RLോട്ട് ഡെലിവർ ചെയ്യുന്ന മാക്സിമം പവർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം RLോട്ട് മാക്സിമം പവർ ഡെലിവർ ചെയ്യണമെങ്കിൽ RLന്റെ വാല്യൂ RThevenin ആയിരിക്കണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? RThevenin കണ്ടുപിടിക്കണം. രണ്ടാമത്തത് ആ മാക്സിമം പവർ എത്രയാന്നുള്ളതാണ്. എത്രയാണ് പവർ എന്നുള്ളതാണ്. അതെന്തായിരിക്കും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരിക്കും? പവർ ഇസ് ഈക്വൽ ടു VThevenin സ്ക്വയർ ബൈ 4RThevenin. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് 1 is to find RThevenin. സ്റ്റെപ്പ് 2 എന്താണ്? സ്റ്റെപ്പ് 2 is to find VThevenin. സ്റ്റെപ്പ് 3 എന്താണ്? പവർ is equal to VThevenin സ്ക്വയർ ബൈ 4RThevenin. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായി. എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് അല്ലേ, റെസിസ്റ്റൻസ് ഒരു A ഉണ്ട്, B ഉണ്ട് എന്ന് വിചാരിച്ചോ. എങ്ങനെ ഡ്രോപ്പ് വരുന്നതെന്നുള്ളതല്ലേ. ഫോർ എക്സാമ്പിൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ 2 Ohm ആണ്. ഓക്കെ, ഇവിടെ 8 വോൾട്ട് ആണ്, ഇവിടെ 6 വോൾട്ട് ആണെന്ന് വിചാരിച്ചോ. അപ്പൊ കറണ്ട് എവിടുന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? എന്ന് ബിയിലോട്ട് ഫ്ലോ ചെയ്യും. എവിടുന്ന് ഫ്ലോ ചെയ്യും? എ നിന്ന് ബിയിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് എന്താണ്? V ബൈ R ആണ്. V എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എത്രയാണ്? 8 - 6. 8 - 6 എത്രയാണ്? 2. 2/2 1 ആംപിയർ അല്ലേ. അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെയാന്ന് വിചാരിച്ചോ. 0യും -2 ആണെന്ന് വിചാരിച്ചോ. 2 വോൾട്ട്, സോറി 2 Ohm ആണ് ഇവിടെ. ഇവിടെ 0 വോൾട്ട് ആണ്, ഇവിടെ -2 വോൾട്ട് ആണ്. ഏതാ വലുത്? 0 ആണല്ലോ. ഓക്കെ, കറണ്ട് എങ്ങോട്ടാ പോവാ? വലുതിൽ നിന്ന് ചെറുതിലോട്ട്, ഹൈ പൊട്ടൻഷ്യൽ നിന്ന് ലോ പൊട്ടൻഷ്യലോട്ട്. ഈ 2 Ohm കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് A - B അല്ലേ. VA - VB ബൈ 2. VA എത്രയാണ്? 0. 0 - VB എത്രയാണ്? -2 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസിന്റെ വാല്യൂ, അത് 1 ആംപിയർ. മനസ്സിലായല്ലോ. ഇപ്പൊ ഇവിടെ ഓക്കെ, ഇവിടെ ഒരു എക്സും ഇവിടെ 0 ആണെങ്കിൽ, ഇത് 1 Ohm ആണെങ്കിൽ ഇത് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആയി എത്രയാണ്? x - 0/1 x ആംപിയർ. നേരെ മറിച്ച് 0യും -x ആണ്. ഇവിടെ 1 Ohm ആണെങ്കിൽ ഇത് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? 0 - -x/1 ഈക്വൽ ടു x ആംപിയർ. ഓക്കെ, ആംപിയർ അതിന്റെ യൂണിറ്റ് ആണ്. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണ്ടേ? RThevenin കണ്ടുപിടിക്കണം. RThevenin കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിപെൻഡന്റ് സോഴ്സ് ഉണ്ടോ നോക്കണം. ഡിപെൻഡന്റ് സോഴ്സ് ഉണ്ട്, പ്രൊസീജിയറിൽ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്യും. ഓക്കെ, കറണ്ട് സോഴ്സ് ഒന്നുമില്ല ഓപ്പൺ ചെയ്യാനായിട്ട്. കറണ്ട് സോഴ്സ് ഇല്ല, വോൾട്ടേജ് സോഴ്സ് മാത്രമേ ഉള്ളൂ ഷോർട്ട് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ഷോർട്ട് ചെയ്യും. എന്നിട്ട് ഇതിന് അക്രോസുള്ള ഡ്രോപ്പ് ആണ് ±Vx. അതായത് ഈ 2 Ohm കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ 2 Ohm കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കറണ്ട് ഇൻറ്റു ഈ 2, ആ റെസിസ്റ്റൻസിന്റെ അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമ്മൾ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അത് Vx ആണ്. ആ വാല്യൂ എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതിന്റെ വാല്യൂ 3Vx ആണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ RL റിമൂവ് ചെയ്തിട്ട് ഇവിടെ നമ്മളൊരു ടെസ്റ്റ് വോൾട്ടേജും ടെസ്റ്റ് കറണ്ട് സോഴ്സും കണക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യാം? വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്യാം. ഓക്കെ, വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ 2 Ohm ഉണ്ട്. വോട്ടെവർ എന്ത് തന്നെയായാലും 2 Ohm കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കാരണം 2 Ohmന് അക്രോസിനാവുന്ന വോൾട്ടേജ് ആണ് Vx. ഇവിടെ ഒരു 1 Ohm ഉണ്ട്. ഇവിടെ എന്താണുള്ളത്? ഒരു ഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അതിന്റെ പൊളാരിറ്റി ഇങ്ങനെയാണ്, അതിന്റെ വാല്യൂ 3Vx ആണ്. ഇവിടെ Vx 1 ആണെങ്കിൽ ഇവിടെ 3 ആയിരിക്കും, 2 ആണെങ്കിൽ 6 ആയിരിക്കും, അത്രയേ ഉള്ളൂ.
അതുണ്ട്. പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസും കൂടിയുണ്ട്, അതാണ് 4 ഓം. 4 ഓമിന്റെ റെസിസ്റ്റൻസും കൂടിയുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് ഇതാണ് നമ്മുടെ RL വരുന്നത് അല്ലേ. ഇവിടെ അല്ല RL ഉണ്ടായിരുന്നേ. RL റിമൂവ് ചെയ്ത് നമ്മൾ അവിടെ ഒരു ടെസ്റ്റ് വോൾട്ടേജും ടെസ്റ്റ് കറണ്ടും കണക്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് വോൾട്ടേജിന്റെ വാല്യൂ അസ്യൂം ചെയ്യും. അസ്യൂം VT എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് വോൾട്ടേജിന്റെ വാല്യൂ അസ്യൂം ചെയ്യും. സംതിങ് എത്ര വോൾട്ട് ആണ്? നമുക്കൊരു 8 വോൾട്ട് അസ്യൂം ചെയ്യാം. VT 8 വോൾട്ട് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ IT നമ്മൾ എത്രയാന്നുള്ളത് കണ്ടുപിടിക്കും. എന്നിട്ട് RT എന്ന് പറയുന്നത് VT/IT ആണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് സർക്യൂട്ട്. നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്തു, പിന്നെ ഒരു ടെസ്റ്റ് വോൾട്ടേജും ടെസ്റ്റ് കറണ്ടും കണക്ട് ചെയ്തു. ടെസ്റ്റ് വോൾട്ടേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 വോൾട്ട് ആയിട്ട് ഞാൻ എടുത്തു. ഓക്കെ, ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ ഇത് ഗ്രൗണ്ട് അല്ലേ. ഇത് ഗ്രൗണ്ട് ആണെങ്കിൽ ഇത് ഗ്രൗണ്ട്, കാരണം സ്ട്രെയിറ്റ് ഒരു വയർ എടുത്ത് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതും ഗ്രൗണ്ട്. അപ്പോൾ ഇത് 0 വോൾട്ട് ആണ്, ഇത് 0 വോൾട്ട് ആണ്, 0 വോൾട്ട് ആണ്. ഈ 0 വോൾട്ട് തന്നെയല്ലേ ഇങ്ങോട്ടും പോകുന്നേ അല്ലേ. ഇതെത്രയാ? ഈ സെയിം ലൈൻ അല്ലേ ഇത്. ഇത് 0 വോൾട്ട് ആണ്. ഓക്കെ, ശരി. ഇത് 0 വോൾട്ട് ആണ്, ഇത് VX ആണ് അല്ലേ. ഈ 2 ഓമിന് അക്രോസ് VX ആണ്. അതായത് ഇത് 0 വോൾട്ട് ആണ്, ഈ 2 ഓമിന് അക്രോസിലെ വോൾട്ടേജ് VX ആണ്. അപ്പൊ ഈ നോഡിലുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? ഈ നോഡിൽ മൊത്തമുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? 0 മൈനസ് VX. ഇവിടെ 2 വോൾട്ട് ആണെങ്കിൽ 0 മൈനസ് 2 ആയിരിക്കും. ഇവിടെ 5 വോൾട്ട് ആണെങ്കിൽ 0 മൈനസ് 5 -5 വോൾട്ട് ആയിരിക്കും. ഇവിടെ VX ആയതുകൊണ്ട് ഇവിടെ എത്രയായിരിക്കും? 0 മൈനസ് VX ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ എത്രയായിരിക്കും? -VX ആയിരിക്കും. ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. ഇവിടെ 0 അക്കോർഡിംഗ് ടു KVL അല്ലെ. KVL എങ്ങനെയാണ്? KVL എങ്ങനെ? ഇവിടെ ഒരു 5 വോൾട്ട് ഉണ്ട്, ഇവിടെ ഒരു 3 വോൾട്ട് ഡിഫറൻസ് വരുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? 5 - 3 2 വോൾട്ട്. ആ ഒരു ഐഡിയ തന്നെയാണ് ഉള്ളത്. ഇതൊക്കെ ചെറിയ കോൺസെപ്റ്റ്സ് ആണ്, പക്ഷെ നമ്മൾ ഈ ചെറിയ കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്സ് വരും, അതാണ്. ശരി, അപ്പൊ ഈ നോഡ് വോൾട്ടേജ് എത്രയാണ്? -VX ആണല്ലോ അല്ലെ. ഈ നോഡ് വോൾട്ടേജ് പറഞ്ഞാല് ഇത് മുതൽ ഈ ഗ്രൗണ്ട് വരെയുള്ള ഈ മൊത്തം വോൾട്ടേജ്, ഈ നോഡ് വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് നോഡ് എന്ന് പറയുന്നത് -VX ആണ്. അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം. ഓക്കെ, ശരി. ഇനി ഇതൊരു നോഡാണ്, നമുക്കവിടെ ഈ നോഡിന് ഒരു പേര് കൊടുക്കാം, A. വി ആർ അപ്ലൈ KCL അറ്റ് നോഡ് A. KCL എന്താ പറയുന്നേ? KCL പറയുന്നത് ഇൻകമിങ് കറണ്ട് ഇസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട് ആണ്. ഔട്ട് ഗോയിങ് കറണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഇൻകമിങ് കറണ്ട് ഔട്ട് ഗോയിങ് കറണ്ട് ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എല്ലാം ഔട്ട് ഗോയിങ് ഒക്കെ ആയിട്ട് ചെയ്തില്ലേ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എല്ലാം ഔട്ട് ഗോയിങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് മൈനസ് വരുന്നതുകൊണ്ട് കുറച്ച് എറർ വരാണ് ചാൻസ്. കാരണം -VX -0 പ്ലസ് -VX -3VX അങ്ങനെയൊക്കെ വരുമ്പോൾ എറർ ആണ്. അപ്പൊ ഞാൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോ ഇൻകമിങ് കറണ്ട് ആയിട്ട് എടുക്കുക കേട്ടോ. ഇതില് let me change the color. ഓക്കെ, വൈറ്റ്. ഓക്കെ, ശരി. അപ്പൊ KCL എന്താ പറയുന്നത്? ഇൻകമിങ് കറണ്ട് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട് എന്നുള്ളത്. ഇവിടുന്ന് ഈ മൂന്ന് പാത്ത്സ് ഉണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു പാത്ത് നോക്കാം. ഇവിടെ 0 വോൾട്ടും ഇവിടെ -VX. കറണ്ട് എവിടത്തോട്ട് ഫ്ലോ ചെയ്യും? ഹൈന്ന് ലോട്ട് ഫ്ലോ ചെയ്യും അല്ലെ. ഇപ്പൊ നമ്മൾ KCL ചെയ്യുമ്പോൾ അങ്ങനെ നോക്കണമെന്നില്ല, ഒക്കെ ഔട്ട് ഗോയിങ് ആയിട്ട് അസ്യൂം ചെയ്യാം. പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെ നോക്കാം, 0 ഉണ്ട് -VX ഉണ്ട്. ഇത് കൂടെ ഈ 2 ഓം കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? 0 മൈനസ് VX/2. 0 മൈനസ് VX/2 എന്ന് പറഞ്ഞാൽ VX/2 അല്ലെ. VX/2 ഇങ്ങോട്ട് വന്നു. ഇവിടെ VX ആണ്,
ഇവിടെ ഗ്രൗണ്ട് ആണല്ലോ, ഇവിടെ 0 വോൾട്ട്. ഇവിടെ ഈ പോർഷനിൽ എത്രയായിരിക്കും? 0 പ്ലസ് 3Vx. 0 ഉണ്ട്, മൈനസ് നിന്ന് പ്ലസിലോട്ട് ഇവിടെ 3Vx ആയിരിക്കും അല്ലെ. ഇവിടെ 3Vx ആണ്, മേലെ Vx ആണ്. അപ്പൊ കറണ്ട് എന്തായിരിക്കും? സോറി, മേലെ -Vx ആണ് അല്ലെ. -Vx അല്ലേ? 0 -Vx അല്ലെ. ഓക്കെ. അപ്പൊ ഇവിടെ 3Vx ആണ്, ഇവിടെ -Vx ആണ്. കറണ്ട് എവിടുന്ന് എവിടത്തോട്ട് ഫ്ലോ ചെയ്യും? ഹൈ പൊട്ടൻഷ്യൽ നിന്ന് ലോ പൊട്ടൻഷ്യലോട്ട് ഫ്ലോ ചെയ്യും. അതായത് 3Vx നിന്ന് -Vxലോട്ട് ഫ്ലോ ചെയ്യും. അതായത് ഇതൊരു 1 ഓം ആണെങ്കിൽ ഇതിന് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ 3Vx ആണ്, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ -Vx ആണ്. അപ്പൊ കറണ്ട് എത്രയാണ്? 3Vx -Vx അല്ലെ. പൊട്ടൻഷ്യൽ at 1 point minus potential at other point by 1. 4Vx ആയിരിക്കും കറണ്ട്. അതായത് ഈ കറണ്ട് എന്ന് പറയുന്നത് 4Vx ആയിരിക്കും. ഓക്കെ. അപ്പൊ ഒന്ന് നോക്കിയേ, ഇവിടെ കറണ്ട് Vx/2 ആണ്. 0 - Vx/2, Vx/2. ഇത് കൂടി ഇൻകമിങ് ചെയ്യുന്ന കറണ്ട് എത്രയാണ്? 3Vx -Vx/1 4Vx ആണ്. അപ്പൊ ഈ KCL അനുസരിച്ചിട്ട് എന്താണ്? Vx/2 വരുന്നു, പിന്നെ വേറെന്താ വരുന്നേ? ഈ കറണ്ട് വരികയല്ലേ, ഹൈ പൊട്ടൻഷ്യൽ നിന്ന് ലോ പൊട്ടൻഷ്യലോട്ട് പോവാണ്. അപ്പോൾ ഇതും ഇൻകമിങ് കറണ്ട് അല്ല, എത്രയാ? 4Vx ഈക്വൽ ടു മറ്റടുത്ത കറണ്ട് ഇൻകമിങ് ആയിട്ട് കൂടി. ഇവിടെ ഓക്കെ, ഇവിടെ 0 വോൾട്ട് ആണെങ്കിൽ ഇവിടെ 8 വോൾട്ട് അല്ലെ. വാട്ട് എവർ, ഇതും നമുക്ക് ഇൻകമിങ് കറണ്ട് ആയിട്ട് എടുക്കാം. നമുക്ക് ഒന്നെങ്കിൽ എല്ലാം ഔട്ട് ഗോയിങ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ എല്ലാം ഇൻകമിങ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഒരു യുക്തിക്ക് അനുസരിച്ച് ചിലത് ഇൻകമിങ്ങും ചിലത് ഔട്ട് ഗോയിങ് ആയിട്ട് എടുക്കാം. പക്ഷെ ഇങ്ങനെ അറിയാത്ത കേസിൽ നമുക്ക് അങ്ങനെ ചെയ്യണ്ട. അല്ലെങ്കിൽ കാരണം എന്തെങ്കിലും ഡയറക്ഷനിൽ വ്യത്യാസം വരും. നമ്മൾ നമ്മുടെ ഒരു ഇതനുസരിച്ച് എടുത്താൽ മതി. ഈ കറണ്ട് ഇതിവിടെ 8 വോൾട്ട് ആണ് അല്ലെ. -Vx നമുക്ക് അറിയില്ല. ഓക്കെ, എനിക്ക് ഈ കറണ്ട് ഔട്ട് ഗോയിങ് ആയിട്ടും ഇൻകമിങ് ആയിട്ടും ഒക്കെ അസ്യൂം ചെയ്യാം. ഞാൻ ഇത് ഇൻകമിങ് ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പൊ എല്ലാത്തിനും ഇൻകമിങ് കറണ്ട് 0 അല്ലേ. അപ്പൊ ഇത് ഇൻകമിങ് ആണെങ്കിൽ എത്രയാണ്? 8 - -Vx/4. 8 - -Vx, 8 + Vx/4 ഈക്വൽ ടു 0. ഓക്കെ. അപ്പോ Vx/2 plus 4Vx plus 8 plus Vx/4 ഈക്വൽ ടു 0. നമുക്കിത് LCM എടുക്കാം. 4 വരുത്താൻ വേണ്ടി 2Vx plus 16Vx plus 8 plus Vx ഈക്വൽ ടു 0. 2 plus 16 എത്രയാ? 18. 19Vx ഈക്വൽ plus 8 ഈക്വൽ ടു 0. Vx എന്താണ്? -8/19 വോൾട്ട് ആണ്. നമ്മുടെ ഫിഗർ ഇങ്ങനെ വരുന്നു. ഒരു വട്ടം കൂടി ഞാൻ ഫിഗർ റീഡ്രോ ചെയ്യാണ്. പ്ലസ് മൈനസ് Vx, ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ 2 ഓം. പിന്നെ ഇവിടെ ഒരു 1 ഓം ഉണ്ട്. ഇവിടെ എത്രയാണ്? 3Vx. പിന്നെ ഇവിടെ ഒരു 4 ഓം. പിന്നെ ഇവിടെ നമ്മൾ വാട്ട് എവർ 8 വോൾട്ട് അല്ലേ കൊടുത്തേ, 8 വോൾട്ട്. അതൊക്കെ ഗ്രൗണ്ട് ചെയ്തു, ഇത് ഗ്രൗണ്ട് ചെയ്തു, ഇത് ഗ്രൗണ്ട് ചെയ്തു. 0 വോൾട്ട്, 8 വോൾട്ട്, 0 - Vx ഇവിടെ. അപ്പൊ കറണ്ട് നമ്മൾ എല്ലാം ഇൻകമിങ് കറണ്ട് ആയിട്ട് അസ്യൂം ചെയ്തു. കാരണം എന്നാൽ കുറച്ചും കൂടി എളുപ്പം. ഇവിടെ -Vx വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കായിട്ട് തന്നെ ചിലപ്പോൾ തെറ്റുകൾ വരും. ഇപ്പൊ വെറും Vx ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഏത് ഔട്ട് ഗോയിങ് ആയാലും ഏത് ഇൻകം ആയാലും ഒക്കെ എടുക്കാൻ പറ്റും. ഈ -Vx ആയതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ നമുക്ക് Vx -8/19 വോൾട്ട് കിട്ടി അല്ലെ. VT എന്ന് പറയുന്നത് എത്രയാ? അത് മറക്കല്ലേ, VT 8 വോൾട്ട്. IT എപ്പോഴും VT നിന്ന് വരുന്ന രീതിയിലാണ് എടുക്കേണ്ടത് കേട്ടോ. ഡയറക്ഷൻ എപ്പോഴും VT യിൽ നിന്ന് വരുന്ന പോലെയാണ് IT എടുക്കേണ്ടത്. അപ്പൊ IT ഇങ്ങനെയാണ് അല്ലെ. അപ്പൊ Vx എന്ന് പറയുന്നത് -8/19. അപ്പൊ IT എപ്പോഴും എന്താണ്? IT എന്ന് പറഞ്ഞ കറണ്ട് ത്രൂ 4 ഓം റെസിസ്റ്റൻസ് അല്ലേ. അതായത് ഇത് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 4 ഓം റെസിസ്റ്റൻസ് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. അതിന്റെ 4 ഓമിന്റെ ഒരറ്റത്ത് 8 ഉണ്ട്, മറ്റേ അറ്റത്ത് എത്രയാണ്? -Vx ഉണ്ട്. 8 - -Vx/4. അപ്പൊ 8 + Vx/4. 8 + Vx എത്രയാ? 8 - 8/19/4. ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ ഏകദേശം നമുക്ക് കിട്ടുന്നത് 1.89 ആംപിയർ ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ RT എന്താണ്?
VT by IT, H by 1.89. 8.8 divided by 1.89 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏകദേശം 4.232 ഓം ആണ് നമുക്ക് കിട്ടുന്ന RT. അപ്പൊ RLന്റെ വാല്യൂ RT ആവുമ്പോഴാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് VT കൂടി കണ്ടുപിടിക്കണം അല്ലേ? ഡിപെൻഡന്റ് സോഴ്സിന്റെ VT അല്ല, സോറി, VThevenin കണ്ടുപിടിക്കണം. എന്നാലാണ് VThevenin സ്ക്വയർ ബൈ 4 RThevenin കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് VThevenin ആണ്. VThevenin കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നമ്മൾ സർക്യൂട്ട് അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കാം. 9 വോൾട്ട് ഉണ്ട് ഇവിടെ 2 ഓം പ്ലസ് ഓർ മൈനസ് സെയിം ക്വസ്റ്റ്യൻ ആണ്. 1 ഓം, ഇവിടെ 3 Vx. ഓക്കെ, ഇവിടെ ഒരു 4 ഓം ഉണ്ട്, ഇവിടെ ഒരു 4 ഓം ഉണ്ട്, ഇവിടെയാണ് നമ്മുടെ RL ഉണ്ടായിരുന്നത് അല്ലേ? അത് ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് ഇവിടെയുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് തെവെനിൻസ് വോൾട്ടേജ്. ഇത് ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് ഈ 4 ഓം കൂടെ കറണ്ട് ഫ്ലോ ചെയ്യോ? ഇല്ല. 4 ഓം കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നെങ്കിൽ 4 ഓമിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവോ? അതും ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ് VThevenin? 0 വോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? VThevenin എന്താണോ അത് അവിടെ തന്നെ കിട്ടും. അപ്പൊ ഇത് VThevenin ആണ്. ഓക്കെ, ഇവിടെ VThevenin ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്ക്, നമുക്ക് ഈ നോഡിന് ഒരു A എന്ന് പേര് കൊടുക്കാം. KCL at node A. KCL at node A. നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ എല്ലാം ഔട്ട് ഗോയിങ് കറണ്ട് ആയിട്ട് കൊടുക്കാം അല്ലേ? ഇവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അവിടെ ഒരു -Vx വരുമ്പോഴേ നമുക്ക് ഡീൽ ചെയ്യാൻ ഭയങ്കര പാടാ. മൈനസ് ഒക്കെ വരുമ്പോൾ ബുദ്ധിമുട്ട്. ഇവിടെ ഒന്നും ചെയ്യണ്ട. ഇവിടെ VThevenin ആണ്. ഇത് കൂടെ കറണ്ട് എന്തായാലും ഫ്ലോ ചെയ്യുന്നില്ല അല്ലേ? ഔട്ട് ഗോയിങ് കറണ്ട്, സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട് ഇസ് ഈക്വൽ ടു 0. ഈ കറണ്ട് എത്രയാ? ഔട്ട് ഗോയിങ് എത്രയാ? VThevenin minus 9/2. VThevenin minus 9/2 പ്ലസ് ഇത് ഔട്ട് ഗോയിങ് അല്ലേ? ഇത് എത്രയാ? ഇവിടെ ഇതൊക്കെ ഗ്രൗണ്ട് ആണ്, ഇവിടെ എത്രയായിരിക്കും? 3 Vx ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ 1 ഓം കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? VThevenin minus 3 Vx by 1. VThevenin minus 3 Vx by 1 equal to 0. VThevenin minus 9/2 plus 2 VThevenin minus 6 Vx by 2 equal to 0. 3 VThevenin minus 9 equal to 6 Vx. Equation number 1. Vx ഇത് അല്ലേ? Vx എന്തായിരിക്കും? 9 minus VThevenin അല്ലേ? അല്ലെങ്കിൽ VThevenin എന്താണ്? 9 minus Vx, അങ്ങനെയും പറയാം. ഇവിടെ 9 വോൾട്ട്, ഇവിടെ ഈ ഡയറക്ഷനിൽ Vx, അപ്പൊ VThevenin എന്താണ്? അങ്ങനെ പറയാം. VThevenin എന്ന് പറഞ്ഞാൽ 9 minus Vx ആണ്. അപ്പൊ Vx എന്താണ്? 9 minus VThevenin ആണ്. അപ്പൊ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 3 VThevenin minus 9 equal to 6. Vx ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9 minus VThevenin ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ 3 VThevenin minus 9 equal to 54 minus 6 VThevenin. അപ്പോ 3 plus 6, 9 VThevenin is equal to 54 plus 9, 63. VThevenin എത്രയാണ്? 7 വോൾട്ട് ആണ്. ഓക്കെ, going to next slide. RThevenin എത്രയാണ്? നമുക്ക് ഏകദേശം ഒരു 4.23 ഓം കിട്ടി. VThevenin എത്രയാണ്? 7 വോൾട്ട് കിട്ടി. അപ്പൊ according to maximum power transfer theorem, VThevenin square by 4 RThevenin ആണ് മാക്സിമം പവർ. അത് എത്രയാ? 7 square 49 by 4 into 4.23. ഏകദേശം നിങ്ങൾക്ക് കിട്ടുക ഒരു 2.89 ഒക്കെ കിട്ടും വാട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ 2.89 വാട്ട് ആണ്.